ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 1.5 മാസത്തെ അധ്വാനത്തിന് ശേഷം ഞാൻ എൻ്റെ അപ്പയും കൂടെ ഉണ്ടാക്കിയ ഒരു ഹട്ടാണ്. നമുക്ക് ആ ഹട്ടിൻ്റെ വീഡിയോയിലേക്ക് പോകാം, ആ ഹട്ടിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. എൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള വീഡിയോ ഞാൻ കുറച്ച് ഭാഗം ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ പൂർണ്ണമായ രൂപമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഹട്ടിൻ്റെ എൻട്രൻസ് ഇതായിരുന്നു, ഹട്ടിൻ്റെ എൻട്രൻസ്. പക്ഷെങ്കിൽ മഴയും മറ്റുള്ള സാഹചര്യവും കാരണം നമുക്കത് പൂർണ്ണമാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ എൻട്രൻസ് മാത്രം, ബാക്കി നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നതിൻ്റെ റൗണ്ട് ഭാഗത്ത് ബാരിക്കേഡ് പോലെ ഉണ്ടാക്കി അതിൽ ഈ ഇലച്ചിലൊന്നും പോകാതെ പ്രകൃതി രമണീയമായി തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹട്ട് മേക്കിങ്ങിൻ്റെ ആദ്യത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുമ്പം ഈ ഒരു മരമായിരുന്നു. ഈ ഒരു മരം നമുക്ക് കളയാതെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉൾക്കൊള്ളിച്ച് ചെയ്യാമെന്നാണ് ആദ്യത്തെ ഒരു ടാസ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം ഒരു മാർഗം കണ്ടെത്തി. അതിൽ പ്രകാരം ചെയ്തതിൻ്റെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കുറച്ച് ലീക്കേജ് വരുന്നുണ്ട്. അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഞങ്ങൾ ചെയ്യുന്നതാണ്. നമുക്ക് അകത്തേക്ക് ഇടാം. ആദ്യം തന്നെ എൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. ഈ കാണുന്ന തൂണിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മളൊരു ചരട് പിടിച്ച് റൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്തു. ആ റൗണ്ടിനെ 8ആയിട്ട് വിഭജിച്ചു. 8ആയിട്ട് വിഭജിച്ച ശേഷം ഓരോ തൂണും നാട്ടി. ഈ തൂണ് നാട്ടിയതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേൽഭാഗം ഈ ടോപ്പ് നമ്മൾ അടിച്ച് എല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇത് ഇങ്ങനെ ഈ രീതി ചെയ്തെടുത്തത്. പിന്നീട് നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ രണ്ടാമത് ചെയ്തത് ഈ കാണുന്ന സൈഡ് നമ്മൾ മറയ്ക്കാൻ വേണ്ടിയുള്ള ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ തടിയെല്ലാം നമുക്കിവിടെ കിട്ടിയത് ഓൾറെഡി ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. നമ്മൾ ആ വീട് പൊളിച്ചതിൻ്റെ മിച്ചം വന്ന സാധനമാണ്. നമ്മൾ പുറത്ത് ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ വെട്ടി കീറാൻ വിറകിന് കളയാം എന്നൊരു രീതിയിൽ വന്നപ്പം ആ വെട്ടി കീറാം എന്നുള്ളൊരു, അതായത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, നടക്കാൻ പോലും സൗകര്യമില്ലാത്തൊരു അവസ്ഥ വന്നപ്പോഴത്തേന് ഇതെല്ലാം കളയാമെന്ന് പറഞ്ഞ സമയത്താണ് നമ്മൾ ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നതും നമ്മളത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം ഇത് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ നമ്മൾ ഈ കാണുന്ന അലൂമിനിയത്തിൻ്റെ ഒരു ഷീറ്റാണ്. ഈ ഷീറ്റ് സാധാരണ നമ്മൾ വീട് പണിയുന്ന സമയത്ത് മേൽക്കൂരയുടെ ഇടയിൽ നമ്മുടെ ഓടിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന റോളായിട്ടുള്ള പീസല്ല, ഇത് കട്ട് ചെയ്ത പീസാണ്. ഈ ഒരു പീസിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടിങ് ഉണ്ട്, അതിന് ശേഷം വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടിങ് ഉണ്ട്. അങ്ങനെ കട്ട് ചെയ്തുള്ള ചെറിയ പീസുകളാണ് ഉള്ളത്. അങ്ങനെ കട്ട് ചെയ്ത പീസുകളെ നമ്മൾ ആദ്യം തന്നെ ഇത് ഒരുമിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇതിനിടയ്ക്ക് ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടിക കൊടുത്തു. അപ്പുറത്തു നിന്ന് നമ്മൾ ആണി അടിച്ച്, അപ്പം ഇത് ഓൾറെഡി സ്ട്രെയിറ്റ് ആകും. ഈ ഷീറ്റിന് വലിയ വിലയില്ല. ഏകദേശം 10 കിലോയ്ക്ക് 500, 10 കിലോയ്ക്ക് 1000 രൂപയുടെ താഴെ എന്തേ വരുന്നുള്ളൂ ഈ ഷീറ്റ്. 10 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 32-40 ഷീറ്റിനടുത്ത് തന്നെ വരും. അങ്ങനെ നമ്മളിതിനെ സൈഡ് ക്രിയേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇത് ചെയ്തെടുത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സീറ്റിങ്ങിന് ഈ നിലഭാഗത്ത് വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അടിയിൽ 2 പട്ടികയിൽ 2 പലക അടിച്ചു. ഈ തരത്തിലുള്ള കഴിക്കോലാണ്. ഇതെല്ലാം മുഴുവൻ കഴിക്കോലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കഴിക്കോൽ അടിച്ചതിന് ശേഷം ഇതേ വെയിറ്റ് നിർത്തുവാണ് നമ്മൾ ചെയ്തത്. ഒരിക്കലും ഇതിൻ്റെ താഴെ നമ്മൾ വെയിറ്റ് കൊണ്ടുവന്നില്ല. താഴെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ അധികം ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ താന്നു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ഇതേ കൊണ്ടുവന്നത്. ഇത് സ്ട്രോങ് ആണ്. ഇത് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല സ്ട്രോങ് ആണ്. ഇതിൽ ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കയറെല്ലാം ചുറ്റിയിരിക്കുന്നതും. ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ റൂഫ് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ഉദ്ദേശിച്ചത് ഈ പനമ്പായ്ക്ക് ഏകദേശം 350 രൂപയോളം വരുന്നുണ്ട് ഒരു പനമ്പായ്ക്ക്. 8-10 പനമ്പായുടെ അടുത്ത് തന്നെ നമ്മളത് ഇതിൻ്റെ മേളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത്രയും തന്നെ വേണ്ടി വന്നു ഈ റൂഫ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി. കാരണം ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വേസ്റ്റേജ് ഒത്തിരി വരുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ മേളിൽ ചോരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഷീറ്റാണ്, ടർപ്പോളിൻ പോലൊരു ഷീറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം പീസായിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വേസ്റ്റേജ് കുറഞ്ഞ് കിട്ടിയിരുന്നു. പീസായിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് അത് മാത്രമല്ല കോസ്റ്റ് കുറവായിരുന്നു. ഇതിനുശേഷം നമ്മൾ അകത്തേക്ക് വെള്ളം ചോരുന്നൊരു പ്രശ്നം വന്നിരുന്നു. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷീറ്റ് ഇവിടെ കൊണ്ടുവന്നത്. ഷീറ്റ് കൊണ്ടുവന്ന് ഇത് കർവായതുകൊണ്ട് തന്നെ സെൻറ്റർ എഡ്ജ് അകത്തോട്ടായതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ അകത്തേക്കായിരുന്നു വീണുകൊണ്ടിരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വെച്ചത്. അതിനുശേഷം നമ്മൾ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. എങ്കിലും എറിച്ചിലടിക്കുന്ന സമയങ്ങളിൽ ഉള്ളിലോട്ട് വെള്ളം കയറുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ നെറ്റ് പോലുള്ള ഇത് വെച്ച് അങ്ങ് മറിച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇതിൻ്റെ മേശയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഈ മേശ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശയം എന്ന് പറഞ്ഞാൽ അധികം സ്പേസ് കളയാത്ത രീതിയിൽ, നമുക്ക് ഇപ്പോഴാണെങ്കിൽ കാലം കൈയൊക്കെ നിവർത്തി വെക്കാനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇത് ആദ്യം കാലിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ കാലിടുന്ന സമയങ്ങളിൽ ഇതിൻ്റെ സൈഡിലെല്ലാം ഓരോ കാല് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാല് വെക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതെല്ലാം കഴുക്കോലാണ്. ഈ കഴുക്കോലെല്ലാം നമ്മൾ ചതുരാകൃതിയിൽ അടിച്ചെടുത്ത് അതിലാണ് നമ്മൾ വെയിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് അഡ്വാൻറ്റേജ്. ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് നമുക്കൊന്ന് ഇതിനകത്ത് ഒത്തിരി സ്പേസ് കിട്ടും എന്നുള്ളതാണ്. ഏകദേശം ഇതിനകത്ത് 21 ആളുകൾക്ക് സുഗമമായിട്ടിരിക്കും. 21 ആളുകൾക്ക് സുഗമമായിട്ടിരുന്ന് ഇതിൻ്റെ അകത്ത് ക്ലാസ് എടുക്കാനും. ഇതിൻ്റെ ഒരു പോർഷൻ നമ്മൾ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും. ഒരു ക്ലാസ് എടുത്താൽ തന്നെ നമ്മുടെ മുഖം എല്ലാവർക്കും കാണാൻ പറ്റും എന്നതാണ് ഈ ഒരു ഡിസൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതും അതുകൊണ്ട് നമുക്ക് ഫലപ്രാപ്തി കിട്ടിയതും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഈ തറ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമുക്കൊരു ഐഡിയ ഇല്ലാതെ പോയത്. അവസാനം നമ്മൾ നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയും ആദിമകാലങ്ങളിലൊക്കെ ടൈൽസും ഗ്രാനൈറ്റും സിമെൻറ്റും ഒക്കെ വരുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ നമ്മൾ സാധാരണമായി വീടുകളിൽ ചെയ്യാറുള്ളത് നിലം അടിച്ച് വരത്തി ലെവലാക്കിയതിന് ശേഷം ചാണകം മെഴുകുകയാണ് ചെയ്തത്. ആ ഒരു രീതി തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ചാണകം മെഴുകിയത് വൃത്തിയാക്കുകയാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് നമുക്ക് കിട്ടും. മാത്രമല്ല ഒരു ഒറിജിനാലിറ്റി, ഒരു നാച്ചുറാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഫീലാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനും നമുക്ക് പഠിക്കാനോ എന്ത് കാര്യത്തിനും നമുക്ക് ഉത്തമമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നല്ല ചൂടുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങി കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വളരെ 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 മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു രീതിയാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ രീതിയാണ്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ എടുത്തു പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.